നമസ്കാരം. ക്രൂഡ് ഓയിൽ വില കുറയാൻ സാധ്യത, ഉൽപാദനം കൂട്ടാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഇതിന് പിന്നാലെ ബ്രെന്റ് ക്രൂഡ് ബാരലിന് $1 കുറവ് വന്നു. അമേരിക്കയുടെ WTI ക്രൂഡ് $67 ഇടിഞ്ഞു. ഇന്ത്യക്ക് ഇതുവഴി വലിയ നേട്ടം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ക്രൂഡ് വില കുറഞ്ഞാൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയും കുറയേണ്ടതാണ്. അമേരിക്ക 3 രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന താരിഫ് കഴിഞ്ഞ ദിവസം മുതൽ നടപ്പാക്കി തുടങ്ങി. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെയാണ് അധിക ചുങ്കം അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ഈ 2 തീരുമാനങ്ങളും എണ്ണവില കുറക്കാൻ വഴിയൊരുക്കും. ആവശ്യമുള്ളതിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് വലിയ ആശ്വാസവുമാണ് ഇത് പകരുന്നത്. ഏപ്രിൽ മുതൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടാമെന്നാണ് ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം. എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക്. ഇവയ്ക്ക് നേതൃത്വം നൽകുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. ഈ ഗ്രൂപ്പിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവരിൽ പ്രധാനി റഷ്യയാണ്. ഈ 2 ഗ്രൂപ്പുകളുടെയും സംയുക്ത യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരിയ തോതിൽ വില കുറഞ്ഞതിന് പിന്നാലെ ഇന്നലെയും ക്രൂഡ് ഓയിൽ വില താഴ്ന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $70 കുറഞ്ഞു. UAE മാർബിൾ ക്രൂഡിനും $70. അമേരിക്കയുടെ WTI ക്രൂഡിന് $67 വില താഴ്ന്നു. ഒപെക് രാജ്യങ്ങൾ ഉൽപാദനം കൂട്ടരുതെന്ന് നേരത്തെ വാശി പിടിച്ചിരുന്ന രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. വിപണിയിൽ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിയാൽ വില കുറയുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല, അമേരിക്കയുടെ താരിഫ് പോരെ എണ്ണയുടെ ആവശ്യം കുറയ്ക്കാനും ഇടയാക്കും. ഇതും വില കുറയാൻ കാരണമാണ്. യുക്രൈന് നൽകുന്ന സൈനിക സഹായം നിർത്താൻ അമേരിക്ക തീരുമാനിച്ചതും ക്രൂഡ് ഓയിൽ വില താഴ്ത്താൻ വഴിയൊരുക്കും. റഷ്യക്കെതിരായ അമേരിക്കൻ ഉപരോധം നീക്കുമെന്നും സൂചനയുണ്ട്. 2022 ശേഷം ആദ്യമായിട്ടാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം കൂട്ടുന്നത്. ഏപ്രിൽ മുതൽ ഓരോ ദിവസവും 1,38,000 ബാരൽ ഉൽപാദനമാണ് കൂട്ടുക. ഇത്രയും അധികം എണ്ണ വിപണിയിലെത്തുമെന്ന് ചുരുക്കം. ഒപെക് പ്ലസിന്റെ തീരുമാനം വിപണിക്ക് ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 25% താരിഫ് ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നടപ്പാക്കുന്നുണ്ട്. കാനഡയിൽ നിന്ന് ഇറക്കുന്ന ഊർജ്ജ വസ്തുക്കൾക്ക് 10% താരിഫ് ചുമത്താനും തീരുമാനിച്ചു. ചൈനയിൽ നിന്നുള്ള ചരക്കുകൾക്ക് 10 നിന്ന് 20% താരിഫ് ഉയർത്തുന്നത്. ഇതിന് മറുപടി എന്നോണം അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്താൻ 3 രാജ്യങ്ങളും തീരുമാനിച്ചു. ചൈന 15% താരിഫ് ഉയർത്തി. 25 അമേരിക്കൻ കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ചൈന തീരുമാനിച്ചു. ക്രൂഡ് വില കുറയുന്ന സാഹചര്യമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ഏപ്രിൽ മുതൽ വില കുറയുമെന്നത് ഇന്ത്യക്ക് നേട്ടമാണ്. ഇന്ത്യയുടെ പണം കൂടുതലായി വിദേശത്തേക്ക് പോകുന്നത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെയാണ്. ഇത് കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറയ്ക്കാൻ വഴിയൊരുക്കുകയും ചെയ്യും.